ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് ന്യൂ തിയേറ്ററിലാണ് സിനിമ കാണാൻ വന്നിരിക്കുന്നത്. ന്യൂ തിയേറ്ററിൽ നമ്മുടെ രേഖാചിത്രം എന്ന് പറഞ്ഞ മൂവി, നമ്മുടെ ആസിഫ് അലിയുടെയും അനശ്വര രാജൻ്റെയൊക്കെ മൂവി കാണാനാണ് വന്നിരിക്കുന്നത്. ഈ സിനിമ ഇറങ്ങിയിട്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ഇന്നാണ് എനിക്ക് സമയം കിട്ടിയത്. ഇന്ന് ഞാനൊരു വെറൈറ്റിക്ക് ഞാൻ ഏരീസ് ഒന്നുമല്ല, ന്യൂയിലാണ് സിനിമ കാണാൻ വന്നിരിക്കുന്നത്. എപ്പോഴും ഒരു വെറൈറ്റി വേണ്ടേ. എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു വേറെ ഏതെങ്കിലും തിയേറ്ററിലും കൂടെ പോയി വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞു, കാരണം എന്നാലല്ലേ വ്യൂസ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു ചേഞ്ചിന് വേണ്ടി ന്യൂ തിയേറ്ററിലാണ് വന്നിരിക്കുന്നത്. എൻ്റെ മിക്ക ഫ്രണ്ട്സും എൻ്റെ കൂട്ടുകാരെല്ലാവരും പറഞ്ഞു ഒന്ന് വേറെ തിയേറ്ററിൽ പൊയ്ക്കൂടെ, ഒരു ചേഞ്ചിന് പൊയ്ക്കൂടെ എന്ന് പറഞ്ഞു. അവന്മാർക്ക് ചേഞ്ച് വേണോ അത്രേ, ആ തടികൾക്ക് നമുക്ക് ചേഞ്ച് കൊടുക്കാം. അപ്പോൾ അത് ചേഞ്ചിന് വേണ്ടി ഞാൻ ന്യൂ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ക്രീൻ 1 തോന്നുന്നു രേഖാചിത്രം സ്ട്രീം ചെയ്യുന്നത്. ബാക്കി 3 സ്ക്രീനിലും ഏതൊക്കെ ഷോ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ രേഖാചിത്രം മാത്രമേ നോക്കിയുള്ളൂ. സ്ക്രീൻ 2 പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ മൂവിയാണ് സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ ഷോയ്ക്ക് അത്യാവശ്യം ആളുണ്ട്. അപ്പോൾ നല്ല പ്രതീക്ഷയുണ്ട് ഈ മൂവിക്ക്. നല്ല പോസിറ്റീവ് റിവ്യൂസ് ആവുന്നത്. അവർ നെഗറ്റീവ് പറഞ്ഞ് ഞാൻ കേട്ടില്ല. എല്ലാവരും കണ്ടവരെല്ലാവരും പറഞ്ഞ് തലവനെക്കാട്ടിലും ആസിഫ് അലിയുടെ തലവനെക്കാട്ടിലും ഗംഭീരമായിട്ടുള്ള മൂവി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും കൂടെ കൊണ്ടാണ് ഞാൻ ഈ സിനിമ ബുക്ക് ചെയ്തത് തന്നെ. കാരണം അതിലൊരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഞാൻ കാണാൻ ആഗ്രഹിച്ചത് തന്നെ. എനിക്ക് ഫസ്റ്റ് ഡേ ഒന്നും കാണാൻ പറ്റിയില്ല, കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ സിനിമ കാണുന്നത്. അപ്പോൾ ഇതാണ് ന്യൂ തിയേറ്ററിൻ്റെ ഫ്രണ്ട് വരുന്നത്. അത്യാവശ്യം ഞാൻ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കണ്ടതിലും വെച്ച് ഇവിടെയും കൈരളി അങ്ങനത്തെ തിയേറ്ററിലൊക്കെയാണ് പാർക്കിംഗ് നന്നായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഫ്രണ്ടിൽ മാത്രമല്ല, 2 വീലേഴ്സിന് വേണ്ടി ബാക്കിലും നല്ല പാർക്കിങ്സ് ഉണ്ട്. ഗൈസ്, ഇത് നമ്മുടെ തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ഈ ഷോയ്ക്ക് അത്യാവശ്യം ആളുണ്ട്. ഒരു 30-35 പേര് അടുപ്പിച്ച് കാണും. ഉച്ചക്കത്തുള്ള ഷോ അല്ലേ, അപ്പോൾ ഇത്ര പേരേ ഉള്ളൂ. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് നമുക്ക് സ്ക്രീൻ 1 വരുന്നത്. സ്ക്രീൻ 1-ന് 3 എൻട്രി ഉണ്ട്. 2 ഫാമിലി സർക്കിൾ എൻട്രി, 1 റോയൽ ക്ലാസ് എന്നും പറഞ്ഞൊരു കൂടിയ സെക്ഷനാണ് ഉള്ളത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കഫറ്റീരിയ വരുന്നുണ്ട്. അത്യാവശ്യം അഫോർഡബിൾ റേറ്റിലാണ് ഈ പോപ്കോണും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ബാക്കിയുള്ള തിയേറ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റാണ്. നമുക്ക് ഫ്രണ്ട്സായിട്ടൊക്കെ വരുമ്പോൾ നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇതൊക്കെയാണ് ഇവിടെ ഫുഡ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ടിക്കറ്റ് റേറ്റ് പറയാനാണെങ്കിൽ 150 റുപ്പീസാണ് നമ്മുടെ ഫാമിലി സർക്കിളിൽ വരുന്നത്. ഞാൻ ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഫാമിലി സർക്കിൾ, ഒരു അത്യാവശ്യം മിഡിൽ റോ ആണ്. സീറ്റ് നല്ല നോക്കിയപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. നല്ല മിഡിൽ റോ തന്നെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല വിഷ്വൽ ക്വാളിറ്റി, നല്ല മിഡിൽ സീറ്റ് ഇരുന്ന് കാണുമ്പോൾ നല്ല സൗണ്ടിൻ്റെയൊക്കെ എഫക്റ്റ് നന്നായിട്ട് കിട്ടും. അപ്പോൾ മാക്സിമം നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മിഡിൽ സീറ്റ് നോക്കി ബുക്ക് ചെയ്യുക. ഇവിടുത്തെ സ്ക്രീൻ 3-യും സ്ക്രീൻ 2-യും സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത്. പണ്ട് ഇതൊരു വലിയൊരു സ്ക്രീനായിരുന്നു. വലിയ സ്ക്രീനും ഭയങ്കര വലിയ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു തിയേറ്ററായിരുന്നു. പണ്ട് 2003 ആ സമയത്തൊക്കെ വലിയൊരു സ്ക്രീനായിരുന്നു. അതിനെ ഇപ്പോൾ ഇവർ 2010 ശേഷമാണെന്ന് തോന്നുന്നു സ്പ്ലിറ്റ് ചെയ്ത് 3 സ്ക്രീനാക്കി. അതിനകത്ത് ഇപ്പോൾ ഏറ്റവും വലിയ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ 1 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരികയാണെങ്കിൽ ഇതാണ് നമുക്ക് റോയൽ സർക്കിൾ ഫാമിലി സർക്കിൾ വരുന്നത്. ഈ റെഡ് തീമിൽ കാണുന്നത് അതിന് 150 റുപ്പീസാണ് റേറ്റ് വരുന്നത്. പിന്നെ എനിക്ക് ഈ സീറ്റിൻ്റെ ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്, നമുക്ക് ഈ ഫ്രണ്ട് സീറ്റിൽ ഈ ഫാമിലി സർക്കിൾ ഇരിക്കുമ്പോൾ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന സീറ്റിൻ്റെ ഒരു മറ വരുന്നുണ്ട് സ്ക്രീനിലായിട്ട്. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ RGB ലേസർ ലൈറ്റാണ്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇൻ്റർവെല്ലായിട്ട് പറയാം. ഇപ്പോൾ പടം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും ഏരിയസ് ഫ്ലെക്സിലും RGB ലേസർ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഡോൾബി അറ്റ്മോസും കൂടെയാണ്. അപ്പോൾ ഗൈസ്, പടം ഇൻ്റർവെല്ലായിട്ടുണ്ട്. അപ്പോൾ പടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷത്തെ ആദ്യത്തെ മൂവിയാണ് ഈ തിയേറ്ററിൽ പോയി കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് മൂവി വരുന്ന ഗംഭീരമായിട്ടുണ്ട്. ഇൻ്റർവെൽ വരെ നമുക്ക് ചിലവർ പറഞ്ഞു ജസ്റ്റ് ഒരു ഫസ്റ്റ് ഹാഫ് ലാഗ് ഉണ്ടെന്ന്. പക്ഷേ എനിക്ക് ആ ഒരു ലാഗും തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് വളരെ എൻഗേജിങ് ആണ്. നമുക്ക് സെക്കൻഡ് ഹാഫിലേക്ക് പ്രതീക്ഷയും തരുന്നുണ്ട്. അത്രയും നല്ല ഫസ്റ്റ് ഹാഫാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആ ഒരു ടൈപ്പാണ്. ഇപ്പോൾ ഇതിൻ്റെ കഥ പറയാനാണെങ്കിൽ പണ്ടത്തെ മമ്മൂട്ടിയുടെ കാതോട് എന്ന് പറഞ്ഞ മൂവിയുടെ സെറ്റ് നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഈ മമ്മൂട്ടിയുടെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻ്റാണ് ഇത് സിനിമയാക്കിയിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് എൻഗേജിങ് തന്നെ, നമുക്ക് ഒരു രീതിയിലും ബോറടിക്കില്ല. എനിക്ക് എന്തായാലും ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇൻ്റർവെല്ലായപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഉച്ചക്കത്തെ ഷോ ആയതുകൊണ്ട് തോന്നുന്നു വലിയ തിരക്കില്ല. അത്യാവശ്യം ആളെ ഉള്ളൂ. ഒരു 20-25-30 പേരേ ഉള്ളൂ നമ്മുടെ ഷോയ്ക്ക്. ഉച്ചക്കത്തെ ഷോ ആയതുകൊണ്ടായിരിക്കും, പക്ഷേ അത്യാവശ്യം ആളെ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഫറ്റീരിയയിൽ അത്യാവശ്യം അഫോർഡബിൾ റേറ്റാണ്. അതുകൊണ്ട് ഞാനൊരു ജ്യൂസും ഒരു പഫ്സ് മാത്രമേ വാങ്ങിച്ചുള്ളൂ.
തിയേറ്ററിൽ ഇൻറ്റീരിയറിൽ അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഉച്ചയായതുകൊണ്ട് ഇവിടെ അത്യാവശ്യം ലൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ രാത്രിയായിരുന്നെങ്കിൽ ഇതിൻ്റെ ലൈറ്റിൻ്റെ ഇതൊക്കെ കാണിക്കായിരുന്നു. പിന്നെ ബാക്കിയുള്ള തിയേറ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏരീസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ തിയേറ്റർ കൊള്ളൂല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്താ പറയുക, ഒരു അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഈ വിലയ്ക്ക് കിട്ടണതിൽ ബെസ്റ്റ് തിയേറ്റർ ഇത് തന്നെ. പക്ഷേ ഏരീസ് വെച്ച് കമ്പയർ ചെയ്യാമെന്നൊക്കെ ചോദിച്ചാൽ എന്താ പറയുക, എന്നാലും കുഴപ്പമില്ല. ഏരീസ് വേറൊരു ലെവൽ, ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിയേറ്റർ തന്നെ. നമുക്ക് എന്താ പറയുക, ഇപ്പോഴും ഏരീസ് തന്നെ പോകാതെ ഒരു ജസ്റ്റ് ഒരു ചേഞ്ചിന് ഈ തിയേറ്ററിലും കൂടെ പോവാം. എനിക്ക് സ്ക്രീൻ 1ൻ്റെ എൻട്രി കണ്ടിട്ട് നമ്മുടെ PVR കൃപയില്ല, അവിടുത്തെ സ്ക്രീൻ 1ൽ കയറുന്ന അതേ ഫീൽ എനിക്ക് ഇവിടെയും തോന്നിയത്. കാരണം ഇതേപോലെ ഒരു ലോബിയുടെ അകത്തൂടെയാണ് കയറി പോകുന്നത് കൃപയിലും. അപ്പോൾ ഇനി നമുക്ക് സിനിമ ഫുള്ള് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. തിയേറ്റർ എങ്ങനെയെന്ന് ചോദിച്ചാൽ കൃപ വെച്ച് നോക്കുമ്പോൾ ഈ തിയേറ്റർ ഗംഭീരമെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ കഴിച്ച ആ പടം ഫുൾ കഴിഞ്ഞിരിക്കുകയാണ്. സത്യം പറയല്ലേ, സെക്കൻഡ് ഹാഫും ഫസ്റ്റ് ഹാഫിനെക്കാളിലും ഗംഭീരമെന്നേ പറയാൻ പറ്റില്ല, അത്ര ഗംഭീരമായിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇതിനകത്ത് ഒരാൾ സസ്പെൻസ് ഉണ്ട്, ഒരു ക്യാമിയോ ഉണ്ട്. ക്യാമിയോ എന്ന് തന്നെ പറയാൻ പറ്റില്ല, എന്നാലും ഒരു സസ്പെൻസ് ഒരാളുണ്ട്. മെജോറിറ്റി പേർക്കും അത് അറിയായിരിക്കും, എന്നാലും അറിയാത്ത ഒരാൾക്ക് ഞാൻ അത് പറയുന്നില്ല. സിനിമ കണ്ടിട്ട് തന്നെ അയാളെ തിരിച്ചറിയുക. പക്ഷെ അയാളെ കാണുമ്പോൾ ജസ്റ്റ് ഒരു തോന്നും, അയ്യേ ഇതിങ്ങനെ ചെയ്യണമായിരുന്നോ എന്ന് തോന്നും. പക്ഷെ എന്നാലും കൊള്ളാം. സിനിമ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ തിയേറ്ററിൻ്റെ സീറ്റിംഗ് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫാമിലി സർക്കിൾ വരുന്നത്. നല്ല കണ്ടില്ലേ, ബ്ലൂ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. എന്ത് പറയുക, ഇത് സോഫ സീറ്റാണെന്ന് തോന്നുന്നു. ഞാൻ ആ സെക്ഷനിലോട്ട് പോയില്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 250 റുപ്പീസാണ്. എന്താ പറയുക, ഇവിടുത്തെ ഈ പ്രൊജക്ടർ വെച്ചേക്കുന്ന ഒരു പൊസിഷൻ ശരിയല്ല എന്താ എനിക്ക് അങ്ങനെ തോന്നി. കാരണം ഒരാൾ എഴുന്നേറ്റ് അത് മറ വരുന്നുണ്ട്. 2-3 ആൾക്കാർ എഴുന്നേറ്റ് പോകുമ്പോൾ അവർ മറഞ്ഞാൽ പോകുന്ന സ്ക്രീനെ. ബാക്കി സിനിമയുടെ കാര്യം പറയാനാണെങ്കിൽ എന്ത് പറയുക, ടോട്ടൽ 2 മണിക്കൂർ 20 മിനിറ്റാണ് ലെങ്ത്ത് വരുന്നത്. ആ 2 മണിക്കൂർ 20 മിനിറ്റ് നമുക്ക് എന്ത് പറയുക, നല്ല എൻഗേജിങ് ആയിട്ടാണ് സിനിമ പോകുന്നത്. ഒരു ബോറടി ഇല്ല, ഒരു ലാഗും ഇല്ല. ചിലവർ പറഞ്ഞ് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗുണ്ട്, സെക്കൻഡ് ഹാഫിലാണ് നല്ല കഥയുള്ളൂ. പക്ഷേ എനിക്ക് കണ്ടതിൽ വെച്ചാൽ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഗംഭീരമെന്നേ പറയാൻ പറ്റില്ല, അത്ര ഗംഭീരമായിട്ട് പറയാം. എന്ത് പറയുക, ഈ സിനിമ കണ്ടിട്ട് ഞാൻ ഈ വർഷത്തെ ആദ്യത്തെ മൂവി രേഖാചിത്രമാണ് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് മൂവി എന്നെ എന്ത് പറയുക, ഫുള്ളി സാറ്റിസ്ഫൈഡായി. എന്ത് പറയുക, ഒരു ബോറടി ഇല്ല. എന്ത് പറയുക, കഥയായിട്ട് ഞാൻ പറയുന്നില്ല, കഥ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയുന്നില്ല ഞാൻ. എന്താ പറയുക, നമ്മൾ മറ്റേ പണ്ടത്തെ മമ്മൂട്ടിയുടെ ഏതാ കാതോട് എന്ന് പറഞ്ഞ മൂവിയുടെ സെറ്റ് നടക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ടൊക്കെയാണ് അനുഷരാജ് അതിനെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ത് പറയുക, അതിനകത്ത് ഇൻവെസ്റ്റിഗേഷനും ഒരു ക്രൈമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് കാണിച്ചിട്ട് പോയിട്ടുള്ളൂ. പക്ഷേ ആ കാണിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഗംഭീരമായിട്ടെന്ന് പറയുള്ളൂ. അത്ര ത്രില്ലിങ് ആണ്. നമുക്ക് ഓരോ സീന് ട്വിസ്റ്റോടെന്ന് തന്നെ പറയാം. അതുപോലെ അതിനകത്ത് കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്. നമ്മളെ മലയാളത്തിൽ തന്നെ കുറേ ഡയറക്ടേഴ്സ് അവരുടെ പേര് തന്നെ ഇതിനകത്ത് അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതിനെ അഭിനയിച്ചിട്ട് ആൾക്കാർ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കമലുണ്ട്. അതുപോലെ തന്നെ ആക്ടറായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ ജഗദീഷായിട്ട് തന്നെയാണ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത് ഈ സിനിമയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 10ൽ ഒരു 8.5 കൊടുക്കുക. അത്രയും നല്ല ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ 10ൽ 8.5 കൊടുക്കുന്നത്. മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി മസ്റ്റ് വാച്ച് മൂവിയാണ്. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ പോയി മാക്സിമം സിനിമ കാണുക. മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ്, ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവില്ല. കണ്ടവരെല്ലാം എന്താ പറയുക പോസിറ്റീവ് ആവാണ്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഇത് നമുക്ക് ഡിസപ്പോയിൻറ്റിങ് ആവില്ല, അതെന്തായാലും ഞാൻ ഉറപ്പ് തരുന്നു. ഇതാണ് തിയേറ്ററിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർ പാർക്കിങ്ങും അതുപോലെ 2 വീലേഴ്സും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഇവിടുത്തെ 3 സ്ക്രീന് ഫില്ലായാൽ പോലും ഫുൾ ആൾക്കാരാണെങ്കിൽ പോലും അത്യാവശ്യം 4 വീലേഴ്സും 2 വീലേഴ്സും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ള തിയേറ്ററിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ തിരുവനന്തപുരം സിറ്റി തന്നെ കുറച്ച് തിയേറ്ററിൽ ഇങ്ങനെ ഉള്ളൂ. അത്യാവശ്യം പാർക്കിംഗ് സൗകര്യം കൊടുക്കുന്ന തിയേറ്ററൊക്കെ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ട്. പക്ഷേ ഇതുപോലത്തെ പാർക്കിംഗ് ഒക്കെ കൊടുക്കുന്നത് വളരെ ചുരുക്കമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഇനി നമുക്ക് മോഹൻലാലിൻ്റെ തുടരും എന്നും പറഞ്ഞ മൂവി റിലീസിംഗ് ആണല്ലോ January 30. അപ്പോൾ ഇനി അന്ന് കാണാം.